അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? നമ്മുടെ പ്രിയപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടനും വിനയാനിതനുമാണ്. മാത്രമല്ല, മാതൃകാപരമായ നേതൃപാടവത്തിനുടമയുമാണ്. അത്രയും ജീവന് തുല്യം സ്നേഹിക്കുന്ന അനുയായികളുടെ നേതാവായിട്ട് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ ജോലി ഏൽപ്പിച്ച് അടങ്ങിയിരിക്കുകയല്ല ചെയ്തിരുന്നത്. അവർക്ക് പ്രയാസമേറിയ ജോലികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഒരിക്കൽ നബിയും അനുചരന്മാരും ഖന്തഖ് യുദ്ധം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നു. അനുചരന്മാർ കിടന്നു കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ത്വരിതഗതിയിൽ തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിക്കാസിന് വഴങ്ങാത്ത ഒരു ഉറച്ച ഭാഗം ഭൂമിക്കടിയിൽ കണ്ടു. അവരുടെ മുഴുവൻ കഴിവും പ്രയോഗിച്ച് അത് പിളർക്കാൻ പരിശ്രമിച്ചെങ്കിലും അല്പം പോലും അത് വഴങ്ങിയില്ല. അനുചരന്മാർ പ്രവാചകനോട് വന്ന് പറഞ്ഞു, പ്രവാചകരെ, പാറയുടെ ഉറച്ച ഭാഗം പൊട്ടിക്കാൻ എത്ര പരിശ്രമിച്ചിട്ടും കഴിയുന്നില്ല. കിടങ്ങിൽ ഞാനിറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ എഴുന്നേറ്റു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിക്കാസ് എടുത്ത് ആസ്ഥാനത്തേക്ക് ഒരൊറ്റ വെട്ട് കൊള്ളേണ്ട താമസം പാറ പിളർന്നു. അസഹനീയമായ വിശപ്പ് മൂലം തിരുമേനിയുടെ ഉദരത്തിന്മേൽ 2 കല്ല് വെച്ച് കെട്ടിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടങ്ങു ഒഴിക്കുന്ന സന്ദർഭത്തിൽ അനുചരന്മാർ അത് കണ്ടു. അന്നേക്ക് 3 ദിവസമായി അവരെല്ലാവരും ആഹാരം കഴിച്ചിട്ട്. പ്രവാചകന്റെ അവസ്ഥ കണ്ട അനുജനായ ജാബിർ റളിയല്ലാഹു അൻഹു തിരുമേനിയുടെ സമ്മതം വാങ്ങി സവസതിയിലേക്ക് തിരിച്ചു. വീട്ടിൽ പ്രവേശിച്ച ജാബിർ റളിയല്ലാഹു അൻഹു പത്നിയോട് അന്വേഷിച്ചു, ഞാൻ പ്രവാചകരിൽ അസഹനീയമായ ഒരു കാര്യം ദർശിച്ചിരുന്നു. അത് കണ്ടുകൊണ്ട് ക്ഷമിച്ചിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇവിടെ ആഹാര സാധനങ്ങളായി വല്ലതുമുണ്ടോ? ഇവിടെ കുറച്ച് ഗോതമ്പും ഒരു പെണ്ണാടുമുണ്ട്. ഭാര്യ മറുപടി പറഞ്ഞു. അദ്ദേഹം ആദ്യത്തു മാംസപ്പെടിപ്പാക്കി പാകം ചെയ്യാനുള്ള പാത്രത്തിലാക്കി വെച്ചു. ഗോതമ്പ് പൊടി കുഴച്ചു വെക്കുകയും ചെയ്തു. മാംസവും മറ്റും അടുപ്പിൽ വെക്കാറായി. സമയം മധ്യാഹ്നത്തോടെത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജാബിർ റളിയല്ലാഹു അൻഹു വിവരം അറിയിച്ചു. പ്രവാചകരെ, അല്പം ആഹാരം എന്റെ വീട്ടിലുണ്ട്. നബിയും 1-2 ആളുകളും അവിടം വരെ വന്നാലും. എത്ര പേർക്കുള്ളതുണ്ട് ജാബിർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു ഉള്ള ഭക്ഷണത്തിന്റെ അളവ് വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചു, ജാബിറെ, ഞാൻ വരുവോളം ഇറച്ചിക്കലവും റൊട്ടിയും അടുപ്പിൽ നിന്ന് നീക്കരുത്. ഈ വിവരം നിന്റെ ഭാര്യനോട് വേഗം പോയി പറയുക. നമുക്ക് ആഹാരം കഴിക്കാൻ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും വിളിച്ചറിയിച്ചു. വീട്ടിൽ പ്രവേശിച്ച ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യനോട് പറഞ്ഞു, പ്രിയേ, നീ സന്തുഷ്ടിയായിക്കൊള്ളുക. നബിയും അനുചരന്മാരും എത്തിക്കഴിഞ്ഞു. പ്രവാചകനോട് എല്ലാ വിവരങ്ങളും പറഞ്ഞില്ലേ? അതേ എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. അല്പസമയത്തിനകം നബിയും അനുചരന്മാരും ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വസതിയിലെത്തി. എല്ലാവരും ആഹാരം കഴിക്കാനായി കടന്നിരിക്കുക പ്രവാചകൻ അറിയിച്ചു. അവരെല്ലാവരും ആഹാരം കഴിക്കാനായി കടന്നിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരയിൽ കയറിയ ഉടനെ പാചകമുറിയിലേക്കാണ് പോയത്. അടുപ്പത്ത് മാംസക്കറിയും റൊട്ടിയും മൂടി വെച്ചിരിക്കുന്നു. നബി തങ്ങളുടെ ഇരുകാരങ്ങളും കൊണ്ട് അത് വിളമ്പാൻ ആരംഭിച്ചു. വിശന്ന് വലഞ്ഞ അനുയായികൾ വീണ്ടും വീണ്ടും വിളമ്പിക്കൊടുക്കുകയുണ്ടായിരുന്നു. എന്തൊരു അത്ഭുതം! അവിടെ വന്ന മുഴുവൻ ജനങ്ങൾക്കും വിശപ്പടങ്ങുവോളം അവിടെ അങ്ങനെ വിളമ്പിക്കൊടുക്കുകയുണ്ടായിരുന്നു. എന്നിട്ടും പാത്രത്തിൽ ഭക്ഷണം ശേഷിപ്പുണ്ടായിരുന്നു. അവശേഷിച്ച ആഹാരം ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് പറഞ്ഞു, ഇത് നീ എടുത്തുകൊള്ളുവേൻ. ഇത് എനിക്ക് ആഹരിക്കുകയും മറ്റുള്ളവരെ സൽക്കരിക്കുകയും ചെയ്യാം. പ്രിയരെ, ഒന്ന് ആലോചിക്കും, എത്ര സുന്ദരമായ ആശയാദർശങ്ങളിലാണ് നാം വിശ്വസിക്കുന്നത്. ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് പകർന്നു നൽകിയ ഈ ചെറു സംഭവം നാം ഓരോരുത്തർക്കും നന്മയുടെ വഴിയിൽ മുന്നേറാനുള്ള ചാലക ശക്തിയാണ്. അണികളോട് ചേർന്ന് ഇടപഴകി പ്രവർത്തിച്ച് അവരിൽ ഒരാളായി മാറുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് ലോകഭരണാധികൾക്ക് ഒരു ഉദാത്ത മാതൃകയാണ്. അന്യന്റെ വിശപ്പകറ്റൽ തന്റെ ബാധ്യതയാണെന്ന് ലോകത്തെ പഠിപ്പിച്ച ജാബിർ റളിയല്ലാഹു അൻഹു ചെറു കുട്ടികളെ പോലും പട്ടിണി മരണത്തിലേക്ക് തള്ളിവിടുന്ന മനുഷ്യവലമലിഞ്ഞ ചെന്നായ്ക്കളുടെ മുന്നിലെ തിളങ്ങുന്ന താരമാണ്. ഒട്ടിയ വയറുമായി കടുത്ത വിശപ്പ് സഹിച്ചു നിൽക്കുന്ന വേളയിൽ തനിക്ക് ലഭിച്ച സൽക്കാരത്തിൽ മറ്റുള്ളവർക്ക് കൂടി അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച് ലോകത്തിന് മുന്നിൽ മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ മാതൃക കാണിച്ച പ്രവാചക പുങ്കവൻ. അക്ഷരാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും എന്നല്ല,
ലോകം മുഴുവൻ ഒരു ഉദാത്ത മാതൃകയാണ്. ആദർശങ്ങളെ നെഞ്ചോട് ചേർത്ത് നന്മയുടെ വഴിയിൽ മാതൃകാ വ്യക്തിത്വങ്ങളാകാൻ സർവശക്തൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ചെസ് നമ്പർ 265.